ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും 1.5 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല കുഴച്ചെടുക്കാം. സാദാ വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, പാലും ചൂടുവെള്ളമൊന്നും എടുത്തിട്ടില്ല. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം ഈ മാവ് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് നല്ലോണം പൊങ്ങി വരണം. ഈ ഒരു ടൈമിൽ നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ്ങിന് വേണ്ടത് നമുക്ക് ചിക്കനാണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത്. ഈ ചിക്കൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കണം. നല്ലോണം കഴുകി ക്ലീനാക്കി എടുക്കണം. ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേഷന് വേണ്ടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂണോളം കോൺഫ്ലോറാണ് എടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി നീരും 1 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ചിക്കൻ ഒരു 5-10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പൊരിച്ചെടുക്കാം. ഓയിലാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യുക. നമ്മൾ ഈ സ്നാക്സിനൊക്കെ ഫ്രൈ ചെയ്യാൻ ഓയിലാണ് ഒന്നും കൂടി ടേസ്റ്റ്. വെളിച്ചെണ്ണ എടുത്താൽ അതിന് വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓയിൽ എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. ഇനി ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങോട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണ്ട. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാൻ അതവിടെ എല്ലാ ചിക്കനും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് വെജിറ്റബിൾസാണ്. ഞാനിവിടെ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതും ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിതൊക്കെ ചോപ്പറിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ കുരുമുളകാണ് എരിവിന് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ചേർത്ത് കൊടുക്കാം. അടുത്തത് മയോണൈസാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മയോണൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയ മയോണൈസും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലെല്ലാത്തിലും അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യാം. നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 3 ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു ബോൾസ് ആക്കി എടുത്ത ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തി കൊടുക്കണ്ട, കുറച്ച് കട്ടിക്കനെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതേപോലെ എല്ലാ ബോൾസും ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിലിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതും ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ഓയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പൊള്ളച്ച് വരും.
ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്രമാത്രം ഫ്രൈ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതുള്ളൂ. പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ എല്ലാം ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു സിസേഴ്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ 2 ഭാഗമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിംഗ് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നിലേക്കും നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മയോണീസ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചധികം മയോണീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫില്ലിംഗ് നിറക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ തന്നെ 2 എണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വയറ് നിറയും. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇത് പെട്ടെന്ന് പാത്രം കാലിയാവുന്നത് അറിയില്ല. ഷവർമ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഷവർമേനെക്കാട്ടിലും ഇരട്ടി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ നോമ്പിന് എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ.